ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ട്രെയിൻ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയം കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ കണ്ടുവരുന്നതാണ്. അത്തരത്തിലൊരു ചോദ്യമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: 5 മണിക്ക് പാറ്റ്നയിൽ നിന്നും പുറപ്പെടുന്ന ഒരു ട്രെയിൻ രാവിലെ 9 മണിക്കാണ് ഡൽഹിയിലെത്തുന്നത്. രാവിലെ 5 മണിക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിൻ രാവിലെ 9 മണിക്കാണ് ഡൽഹിയിലെത്തുന്നത്. വേറൊരു ട്രെയിൻ 6:30 ഡൽഹിയിൽ നിന്നും രാവിലെ 6:30ക്ക് പുറപ്പെടുന്നത് പാറ്റ്നയിലെത്താൻ രാവിലെ 10 മണിയാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ തമ്മിൽ ഏത് സമയത്താണ് കൂട്ടിമുട്ടുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, ഈ 4 ടൈം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 2 ട്രെയിനുണ്ട്. അപ്പോൾ ഒന്നിനെ നമ്മൾ എ എന്നും മറ്റേതിനെ ബി എന്നും കൺസിഡർ ചെയ്യുന്നു. ഇത് പാറ്റ്ന, ഇത് ഡൽഹി. ഓക്കെ, എ ബിയിലേക്ക് പോകുന്നു. എ ഡൽഹിയിലേക്കും ബി പാറ്റ്നയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പാറ്റ്ന ടു ഡൽഹി എത്ര ഡിസ്റ്റൻസ് എന്നറിയില്ല, പക്ഷേ ഇവരുടെ ടൈം ഡിഫറൻസ് അറിയാം. എ എന്ന് പറയുന്നത് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 9 മണിക്കാണ് ഡൽഹിയിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ എത്ര സമയം എടുക്കുന്നു? 4 മണിക്കൂർ. ബിയോ 6:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്ക് പാറ്റ്നയിലെത്തുന്നു. അപ്പോൾ 3.5 hours അവിടെ എടുക്കുന്നത്. നമുക്കിത് തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ഈ 2 ടൈം വെച്ചിട്ട് ഒരു LCM എടുക്കുകയാണ്. LCM എടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 4ഉം 3.5ഉം തമ്മിലുള്ള LCM എന്ന് പറയുന്നത്, ഈ 3.5നെ നമുക്ക് 7/2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയാൽ LCM നമ്മൾ 28 ആയിട്ട് എടുക്കുകയാണ്. അതായത് 28 LCM എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 28 കിലോമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 28 കിലോമീറ്റർ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എയുടെയും ബിയുടെയും സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സ്പീഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു, ഓക്കെ, സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് ഈ 28 കിലോമീറ്റർ ഡിവൈഡ് ബൈ 7, 4 hours ആയിരിക്കും. അപ്പം 7 km/h എന്ന് കിട്ടും. അതേസമയം ബിയുടെ നോക്കുമ്പം 28, ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം, 28 ഡിവൈഡ് ബൈ 3.5 എന്ന് പറയുന്നത് 7/2 എന്ന് വരും. ആ 2 നമ്മൾ മുകളിൽ കൊടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പം ബിയുടെ 8 km/h ആണ് ബിയുടെ സ്പീഡ് നമുക്ക് കിട്ടുന്നത്. 8 km/h. ഓക്കെ, ബിയുടെ സ്പീഡ് കിട്ടി. ബിയുടെ സ്പീഡ് കിട്ടിയാൽ നമുക്ക് ബി സ്റ്റാർട്ട് ചെയ്യുന്ന 6:30 AM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയെയും നമ്മൾ 6:30 AM വരെ ട്രാവൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ എ ഏത് പൊസിഷനിലാണെന്ന് കണ്ടുപിടിക്കണം. 6:30 AM എ എവിടെ ആയിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. എ 5 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. എ 6:30 AM എത്ര ദൂരം, അതായത് 1 hour 30 minutes, അതായത് 1.5 hours എ എത്ര ദൂരം സഞ്ചരിച്ചെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എ 1 മണിക്കൂറിൽ 7 ആണെങ്കിൽ അരമണിക്കൂറിൽ 3.5 ആണ്. അപ്പം മൊത്തം 1.5 മണിക്കൂർ ആയതുകൊണ്ട് 10.5 മണിക്കൂർ എ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. 10.5 കിലോമീറ്റർ എ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ബാലൻസ് വരുന്നത് എത്ര? 17.5 കിലോമീറ്ററാണ് ബാലൻസ് വരുന്നത്. അപ്പം 6:30 ആകുമ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17.5 കിലോമീറ്റർ ആയിരിക്കും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. 6:30 ആകുമ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 17.5 കിലോമീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ അത് എപ്പോൾ കണ്ടുമുട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. രണ്ടിൻ്റെ സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട്, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഈ 17.5 ഡിവൈഡഡ് ബൈ നമ്മുടെ 7 + 8 ആയിരിക്കും, അല്ലേ? 17.5 ഡിവൈഡ് ബൈ 7 + 8, അതായത് 17.5 ബൈ 15 എന്ന് വരും. ഓക്കെ, ഞാൻ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.5/3 എന്ന് വരും, അല്ലേ? 3.5/3 എന്ന് വരും. തൽക്കാലം ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. 3.5/3 എന്ന് വരും. 3.5 ഡിവൈഡഡ് ബൈ 3. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതൊരു ഫ്രാക്ഷൻ വാല്യൂയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിനെ മിനിറ്റിലേക്ക് ആക്കാൻ വേണ്ടി 60 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഈ 20 വരുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? 70 minutes എന്ന് കിട്ടുന്നു, അല്ലേ? 70 minutes എന്ന് കിട്ടുന്നു. 70 minutes എന്ന് പറയുമ്പോൾ 1 hour 10 minutes വരും. അതായത് ഫൈനൽ ആൻസർ വരിക എന്ന് പറയുമ്പോൾ 1 hour 10 minutes ആണ് അത് തമ്മിൽ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഫൈനൽ ആൻസർ വരുന്നതെന്ന് പറയുന്നത്, നമ്മളിപ്പം ഇത് റബ് ചെയ്തിട്ട് എഴുതരാം. 6:30 ആണ്, പ്ലസ് ഈ 1 hour 10 minutes കൂടെ എടുക്കും. 7:40 AM ഈ 2 ട്രെയിനുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇടയിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.